വിവാഹത്തിന് ശേഷം ഞങ്ങൾ ആദ്യം ട്രിപ്പ് പോയത് മൂന്നാറിലേക്കായിരുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പും നല്ല തണുത്ത കാറ്റും വീശുന്ന അത്രയും പ്രകൃതി രമണീയതയുള്ള നമ്മുടെ മൂന്നാറിലേക്ക് ഒരു ബൈക്ക് യാത്രയായിരുന്നു. വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് നിരവധി സ്ഥലങ്ങളിലൊക്കെ നിർത്തി എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു യാത്ര. ഒട്ടും അങ്ങനെ ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. അതാ ഒരു ക്ലൈമറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ. അവിടുത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അത്ര ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ട്രിപ്പിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ കൈയിൻ്റെയും മുഖത്തിൻ്റെയും കളർ തമ്മിൽ നല്ല വ്യത്യാസം വന്നപ്പോഴാണ്. കൈ മൊത്തം ടാൻ അടിച്ചു. പ്രത്യേകിച്ച് ബൈക്ക് ഓടിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ ശരിക്കും ടാൻ അടിച്ചു. പിന്നെ അവിടെ ഏറ്റവും നല്ല ഇത് ഞങ്ങൾക്ക് തോന്നിയത് അവിടുത്തെ കോട. ഒരു മഴക്കാറങ്ങ് വന്നപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അവിടെ ഫുള്ള് കോട വന്നിങ്ങനെ നിറഞ്ഞ് സൂപ്പറായിരുന്നു. അത് കാണാനും അത് ഫീൽ ചെയ്യാനും. അതിൻ്റെ ഒപ്പം നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കപ്പ് ചായ സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇടുക്കി കുളമാവിലേക്കാണ് പിന്നീട് പോയത്. അവിടെ ഞങ്ങൾ താമസിച്ച ഗ്രീൻ പാർക്ക് ഒരു റിസോർട്ടാണ്, ഹോട്ടലെന്നാണ് പറയുന്നത്, റിസോർട്ട്. അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപവും. ആദ്യം വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സൊക്കെ സംഭവിക്കുന്നുണ്ട്, ക്ഷമിക്കുക. ഇത് നേരെ നടന്നു പോകുന്നത് ഞങ്ങളുടെ റൂമിലേക്കാണ്. റൂമിലേക്ക് നടന്നു പോകുന്നതേ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലെ രാത്രിവാസവും കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു വ്യൂ കാണാൻ കയറി. അവിടെ നിന്ന് നേരെ പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടവും കണ്ട് നേരെ വാഗമണ്ണിലേക്ക്. അവിടുത്തെ പൈൻ ഫോറസ്റ്റിൽ ഈ കാണുന്നത് ആ മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നു വരുന്നത് എൻ്റെ അമ്മോ രക്ഷയില്ല. പക്ഷേ വെള്ളമൊക്കെ കയറി ഞങ്ങൾ ശരിക്കും ഒത്തിരി ടയർഡായി. പിന്നെ പോകുന്ന വഴി ഒരു ഡാമും കണ്ട് യാത്ര അവസാനിപ്പിച്ചു. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ.